ആരംഭിക്കാമെന്നാണ് തോന്നുന്നത്. നിരവധി സെഷനുകൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഔപചാരികളൊന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മൾ ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മലയാളത്തിൽ നിരവധി സാഹിത്യ പ്രസ്ഥാനങ്ങളുണ്ട്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നിരവധി എഴുത്തുകാരെ കൊണ്ടും സാഹിത്യകാരന്മാരെ കൊണ്ടും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാ സംസ്കാര രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖരുള്ള വ്യക്തിത്വങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഹംപിയിലേക്കുള്ള ഒരു യാത്രയിൽ ഞാനും ഹമീദ് അർഷാദ് ബത്തേരിയും അടങ്ങുന്ന ഒരു ടീം യാത്ര പോയപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഒരു സ്വപ്നമാണ് ഇന്ന് ഇവിടെ സഫലമാവുന്നത്. ലിവ എന്ന പേരിൽ, ലിറ്ററേച്ചർ വയനാട് എന്ന പേരിൽ ഒരു സാഹിത്യ ഗ്രൂപ്പിന് ഉണ്ടാക്കുകയും അതിലൂടെ നിരവധി എഴുത്തുകാരും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും വായനയെ സ്നേഹിക്കുന്ന ആളുകളുമെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അതൊരു നല്ല പ്രസ്ഥാനമായിട്ട് വളരുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുസ്തക ചർച്ചയും അനുസ്മരണങ്ങളും സാഹിത്യ സംവാദങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആണ് മൂന്നേട്ടനെ വെച്ച് നമ്മുടെ ഈ ലിവ ലിറ്ററേച്ചർ വയനാട് ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും തീരുമാനിക്കുന്നതും അദ്ദേഹത്തെ അറിയിക്കുന്നു. അർഷാദ് ബത്തേരി മുഖേന വൈകുന്നേരത്തിനുള്ളിൽ നിരവധി കാര്യങ്ങൾ ഇവിടെ നടത്തി തീർക്കേണ്ടതുണ്ട്. ഇതൊരു ബത്തേരിയുടെ ഒരു എടുത്തലായി മാറണം എന്നാണ് ഇതുകൊണ്ട് ലിവ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. മകിഴിപ്പുഴയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഭാഷാബുക്സ് പ്രസിദ്ധീകരിക്കുന്ന വാക്കും ശബ്ദവും എന്ന പുസ്തകത്തിലൂടെ എത്തി നിൽക്കുമ്പോൾ നിരവധിയായ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായനക്കാരിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വാക്കും ശബ്ദവും എന്ന പുസ്തകത്തിൽ ഇപ്പോൾ എടുത്ത് വാങ്ങി നോക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. മയ്യഴി എന്ന നാട്ടിൻപുറത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടുത്തെ പാവം മനുഷ്യരാണ് എന്നെ എഴുത്തുകാരനാക്കിയത്. എഴുതണമെന്ന് തോന്നുമ്പോഴൊക്കെ സാധാരണക്കാരായ ആളുകളെയാണ് ഞാൻ മനസ്സിൽ കണ്ടത്. കോലായിൽ കാൽനീട്ടിയിരുന്ന് പൊടിയിലെപ്പൊടി നോക്കി വലിച്ചു കയറ്റുന്ന കുറുമ്പിയമ്മ, ചുമരിൽ ഏടിയും കയ്യിൽ മണ്ണട്ടിന്നുമായി മുനിസിപ്പാലിറ്റി വിളക്കുകൾ കത്തിക്കാൻ പോകുന്ന കുഞ്ചക്കൻ, കുട്ടികൾക്ക് നാരകമിഠായികൾ നൽകുന്ന മാജിക്കാരനായ അൽഫോൻസച്ചൻ, തെയ്യം കെട്ടുന്ന ഉത്തമൻ, ആടിനെ പോറ്റുന്ന ചാത്തു, അവരെല്ലാം സാധുക്കളായിരുന്നു. വലിയ മോഹങ്ങളൊന്നുമില്ലാതെ ജീവിച്ചവരായിരുന്നു. അവരെ പോലെ ജീവിക്കാനും എഴുതാനുമാണ് എനിക്ക് ആഗ്രഹം, വലിയ മോഹങ്ങളൊന്നുമില്ലാതെ. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ആയിരുന്ന കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ നഗരത്തിൻ്റെ ഏറ്റവും ഇന്ത്യയിലെ നഗരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമായിട്ടാണ് ഡൽഹിയെ കാണുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ മയ്യഴിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എഴുതിക്കൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യാതൊരുവിധ വിശേഷണങ്ങളും ഇല്ലാതെ തന്നെ മലയാളികൾ സുഹൃത്തുനായ മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ എം പൊതുജൻ സാറിനെ മൂന്നേട്ടനോട് സ്നേഹത്തോടുകൂടി ലിവയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷനായിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ലിവയുടെ സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ അർഷാദ് ബത്തേരിയാണ്. അർഷാദിനെ ഞാൻ നിങ്ങൾ കൂടുതൽ പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. മലയാളത്തിന്റെ എഴുത്തുകാരന്റെ മുൻനിരയിലേക്ക് കടന്നു വരുന്നതിന് ഒപ്പം തന്റെ ബത്തേരി എന്ന ബത്തേരിയുടെ പേര് കൂടി തന്റെ പിറയിൽ ചേർത്തുകൊണ്ട് മലയാളത്തിൽ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനാണ് അർഷാദ് ബത്തേരി. അതിലൂടെ നമുക്ക് മലയാളികൾക്കെല്ലാം സുഖമായി മാറിയ വളരെ സ്നേഹത്തോടു കൂടി അർഷാദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. മറ്റൊരാൾ വയനാട്ടിൽ നിന്ന് മലയാളത്തിന്റെ മുഖ്യധാര എഴുത്തുകാരിൽ എവിടെ ചെന്നാലും എപ്പോഴും ഒക്കെ ജോലിയുടെ നാടാണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ബത്തേരിയെ ഉയർത്തിയ ശ്രീ OK ജോണിച്ചേട്ടനാണ് നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ജോണിച്ചേട്ടനെ ഈ പറഞ്ഞതുപോലെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വയനാടിനെ അടയാളപ്പെടുത്തുന്നതിൽ മലയാളികൾക്ക് സുപരിചിതനായി മാറിയ ജോണിച്ചേട്ടനുള്ള സ്നേഹത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹമാണ് ഈ പരിപാടി മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. കൂടാതെ ലിവയുടെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് ആമുഖമായ ഒരു പ്രഭാഷണമുണ്ട്. അത് നടത്തുന്നത് ലിവയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള എഴുത്തുകാരനും കൂടിയായിട്ടുള്ള ശ്രീ ആന്റണി ചീരാനാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ഡയറ്റ് കാലിൽ വെച്ചാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡയറ്റിൽ എത്തിച്ചേർന്നപ്പോൾ ഈ മനോഹരമായ ക്യാമ്പസ് നമുക്ക് വേണ്ടി വിട്ടുവെന്ന് ഇന്നലെ മുതൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ സമയം ഞങ്ങളോടൊപ്പം കൂടെ ഇരിക്കുന്ന ഡയറ്റിന്റെ പ്രിൻസിപ്പൽ ശ്രീ സുഭാഷൻ KM സാറാണ് നമുക്ക് ആശംസത്തിൽ സംസാരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രവാസി എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ഹമീദ് കൂരിയാട് അടക്കമുള്ള ആളുകൾ ചേർന്നാണ് ലിവ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ഹമീദ് കൂരിയാടിനെയും വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നന്ദി പറയുന്നത് ലിവയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുരേന്ദ്രേട്ടനാണ്, മണിച്ചറ സുരേന്ദ്രേട്ടനാണ്. ഇതിന്റെ ലതാറാമ ആയിരുന്നതിന് നന്ദി പറയുന്നത്. അവർക്ക് ഒരു അവരുടെ ബന്ധുവും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടന്നുകൊണ്ട് ഞങ്ങൾ ഇന്നലെ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു. അതുകൂടി ഇവിടെ പറയുകയാണ്. അപ്പൊ അവരായിട്ട് പറയേണ്ടിരുന്നത് പകരം ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് സുരേന്ദ്രേട്ടനാണ്. അദ്ദേഹത്തിന് സ്നേഹത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അടിസ്ഥാനത്തേക്ക് സ്നേഹപൂർവ്വം തലത്തിലൂടെ എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള അതിന് മുമ്പ് ഒരു ആമുഖ പ്രഭാഷണമുണ്ട്. അതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വയനാട് സുൽത്താൻ ബത്തേരിയിലേക്ക് ലിവിയുടെ ക്ഷണപ്രകാരം കടന്നു വന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരും പ്രിയപ്പെട്ട മുകുന്ദൻ സാറിന് സ്നേഹത്തോടെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. പ്രിയമുള്ളവരെ, വയനാട് ജില്ലയിൽ നമുക്കറിയാം എഴുത്തുകാരെ സംഘടന. പലപ്പോഴും നമ്മൾ പല കൂട്ടായ്മകളുണ്ട്, പല വാട്സാപ്പ് കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒത്തിരി ആളുകൾ എഴുതുന്നവരുണ്ട്. നമ്മൾ ഒരുപക്ഷെ വയനാട് തന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ തന്നെ ഒരു 1000-ലധികം എഴുത്തുകാരുണ്ട്. പക്ഷേ ഈ ആളുകൾക്കൊന്നും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ലിവ എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് ലിറ്ററേച്ചർ വയനാട്, ഇത് രൂപീകൃതമാകാനുണ്ടായ ഒരു കാരണം അത്തരത്തിലുള്ള ഒരു ആശയത്തിൽ നിന്നാണ്. കാരണം പലപ്പോഴും പലരും കഥ എഴുതുന്നവർ, കവിത എഴുതുന്നവർ, നിരൂപണം എഴുതുന്നവർ, ലേഖനം എഴുതുന്നവർ, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. ഇവർക്കാർക്കും മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. കാരണം അവരെ ഒന്ന് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി, അവർക്ക് നല്ലൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരാളും തയ്യാറായിട്ടില്ല. വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിൽ നിന്നും എഴുതി പ്രശസ്തരായ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ആ എഴുത്തിലേക്ക് കടന്നു. നമുക്കറിയാം KJ ബേബി സാർ മുതൽ അതുപോലെ തന്നെ പ്രിയപ്പെട്ട OK ജോൺ ചേട്ടൻ, നമ്മുടെ അർഷാദ്, എല്ലാവരും ഇവരൊക്കെ സ്വപ്രയത്നത്താലാണ് മലയാളത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ ഒത്തിരി ആളുകൾ ഇനിയും പുറകിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി മലയാളത്തിന്റെ എഴുത്തിന്റെ തിരുമുറ്റത്തേക്ക് വയനാട്ടിൽ നിന്ന് ഒത്തിരി ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ലിവ രൂപം കൊള്ളുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ഒരു മുഖ്യ രക്ഷാധികാരി അർഷാദ് ബത്തേരിയാണ്. എൻ്റെ സഹപാഠിയും സുഹൃത്തുമായിട്ടുള്ള അർഷാദ്. അദ്ദേഹം മലയാളത്തിൽ നിന്ന് വളരെയേറെ മലയാളത്തിൽ നിന്നല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന കഥകൾ എഴുതിയ പ്രശസ്ത വ്യക്തി കൂടിയാണ്. പലപ്പോഴും മുറ്റത്തെ മുല്ലയ്ക്ക് മണവിൽ എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് ലിവ ഫോം ചെയ്തത്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പലരും തൻ്റെ ദേശങ്ങളിൽ നിന്ന് എഴുത്തിനെ അടയാളപ്പെടുത്തി മലയാളത്തിൽ പ്രശസ്തരായി തീർന്ന ആളുകളുണ്ട്. അവരൊന്നും തൻ്റെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടന രൂപീകരിച്ച് എഴുതി വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവിടെയാണ് അർഷാദിന്റെ പ്രസക്തി. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാം. പക്ഷെ അർഷാദ് ഇത്തരത്തിലുള്ള ആശയം പങ്കുവെച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ കുറച്ചു പേരുണ്ടായിരുന്നു. ഈ കുറച്ചു പേര് വളർന്ന് ലിവ എന്ന് പറയുന്ന ഒരു സംഘടന കഴിഞ്ഞ ഒരു വർഷമായിട്ട് വയനാട് ജില്ലയെ സുൽത്താൻ ബത്തേരി ആസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം ഒത്തിരി സംഘടനകളിൽ സാഹിത്യ കൂട്ടായ്മകളുണ്ട്. അതിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു ആശയമാണ് ഞങ്ങളിവിടെ പങ്കുവെക്കുന്നത്. എഴുതി വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇവിടെ ഇടമുണ്ട്. അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ കവിയരങ്ങുകൾ, കഥാ ക്യാമ്പുകൾ, അത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തി ഒരാളെ തേച്ചുമിനുക്കി മലയാളത്തിൻ്റെ എഴുത്തിൻ്റെ ആ തിരുമുറ്റത്തേക്ക് ഒരാളെയെങ്കിലും കൈപിടിച്ചുയർത്താൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ആ ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മയുടെ ഒരു വളർച്ച കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. കഥയും കവിതയും കപ്പയും കാപ്പിയും എന്ന് പറഞ്ഞൊരു സെഷൻ മുത്തങ്ങ ഞങ്ങൾ വെച്ച് നടത്തുകയുണ്ടായി. വളരെ ആവേശകരമായി എല്ലാവരും ഇതിൽ പങ്കെടുത്തു. തുടർന്നും ഇനിയുള്ള നാളുകളിൽ ഈ സംഘടന വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു വരിയെങ്കിലും എഴുതിയിട്ടുള്ള ഒരാൾക്ക് അവരെ തേച്ചു മിനുക്കിയെടുക്കാൻ ഈ സംഘടന കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്കതിന് കഴിയും. അതിന് കൂട്ടായി നിൽക്കുന്ന ഒത്തിരി എഴുത്തുകാരുണ്ട്, ഒത്തിരി സാഹിത്യകാരന്മാരുണ്ട്, അതിന് നമ്മുടെ അഭ്യുദയകാംക്ഷികളുണ്ട്. നമുക്കറിയാം ഇവിടെ തന്നെ വേദിയിലും സദസ്സിലുമായി വളരെ പ്രശസ്തരായിട്ടുള്ള ഒത്തിരി ആളുകൾ വന്നിരിപ്പുണ്ട്. നമ്മുടെ ഇന്ദിര ടീച്ചറുണ്ട്, വിനയം സാറുണ്ട്, ലക്ഷ്മണൻ സാറുണ്ട്, പ്രിയ കവി വിഷ്ണുപ്രസാദ് മാഷുണ്ട്, അതുപോലെ വേലായുധൻ കാവ്യാലയം പോലുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും നമുക്കറിയാം നമ്മുടെ ഈ നാടിൻ്റെ ഒരു പാരമ്പര്യവുമുണ്ട്.
ടിപ്പു സുൽത്താന്റെയും പഴശ്ശിരാജാവിന്റെയും തേരോട്ടം കണ്ടൊരു നാടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെയും. ചരിത്രം എഴുതി വരുമ്പോൾ ചരിത്രത്തെ പറ്റിയൊക്കെ പറയാൻ ആധികാരികമായിട്ട് ജോണി സാറിനോട് സൂചിപ്പിക്കും. അപ്പോൾ നമ്മുടെ നാടിനെ പകർത്തുന്നതിന് വേണ്ടി കഴിവുള്ള ഒത്തിരി ആളുകൾ ഇവിടെ വളർന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിവ ഇവിടെ ഒരുക്കുന്നത്. അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച എല്ലാ ആളുകളെയും, അർഷാദ് ബത്തേരി, അതുപോലെ സുരേന്ദ്രൻ മണിച്ചത, നമ്മുടെ കുര്യാക്കോസ് ഉണ്ടായിരുന്നു, ഹമീദിക്കൊക്കെ ഗൾഫിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും ആഴ്ചയിൽ 2-3 പ്രാവശ്യം വിളിക്കുകയും ഗ്രൂപ്പിൽ വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടടക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഹമീദിക്ക. അതുപോലെ തന്നെ റെജിമാഷ് നല്ലൊരു എഴുത്തുകാരനും ഗ്രൂപ്പിലെ എല്ലാ ആളുകളെയും ഒരേപോലെ കോർത്തിണക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി എപ്പോഴും പോസ്റ്റ് കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒത്തിരി ആളുകളുടെ ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മയാണ് വളർന്നു പന്തലിച്ച് ലിവയായി നാളെ കേരളത്തിലും മലയാളത്തിലും അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക വേദിയായി പടർന്നു പന്തലിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്ന, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും അകമഴിഞ്ഞ പിന്തുണ ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണം എന്ന് മാത്രമാണ് ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ ഷാജി സൂചിപ്പിച്ചതുപോലെ ഒത്തിരി സെഷനുകളിലൂടെ നടക്കാനുണ്ട്. നിങ്ങളാരും എന്നെ കേൾക്കാനല്ല, പ്രിയപ്പെട്ട മുകുന്ദേട്ടനെ ശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയെന്നറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പേരിലും ലിവയുടെ പേരിലും എല്ലാവിധ സ്വാഗതവും ആശംസയും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഏറ്റവും പ്രിയപ്പെട്ട എം മുകുന്ദൻ എന്ന മുകുന്ദേട്ടൻ, പ്രിയപ്പെട്ട OK ജോണി, മറ്റ് വേദിയിലെ എൻ്റെ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വിദ്യാർത്ഥിനികൾ, ലിവയെക്കുറിച്ചൊന്നും ദീർഘമായി പറയേണ്ടതില്ല, എല്ലാം ഇവിടെ പറഞ്ഞ് വ്യക്തമാക്കി കഴിഞ്ഞു. അതിൻ്റെ ഒരു ഉദ്ഘാടന സെഷൻ മാത്രമാണിത്. അതിനുശേഷമാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ എഴുത്തുകാരൻ്റെ എഴുത്ത് ജീവിതത്തിലെ 4 ഘട്ടങ്ങളെക്കുറിച്ച്, 4 ആശയങ്ങളെക്കുറിച്ച് ഇവിടെ വിശദമായ ചർച്ചകൾ. അതിനായിട്ട് ശ്രീകാന്ത് കോട്ടക്കൽ, അതുപോലെ ഡോക്ടർ മിനി നായർ, ഡോക്ടർ രാജേന്ദ്രൻ ഇടത്തുങ്കര, ലിജീഷ് കുമാർ, അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ചലച്ചിത്ര സംവിധായകൻ ഗിരീഷ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. മാതൃഭൂമി ബുക്സിൻ്റെ സീനിയർ മാനേജർ നൗഷാദ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കിവിടെ ആകെ പറയാനുള്ളത്, ഒരു എഴുത്തുകാരനെ പ്രാദേശിക ജീവിതത്തിൽ അണിനിരന്ന നമ്മളെപ്പോലെയുള്ള പ്രാദേശിക മനുഷ്യർ നമുക്ക് വേണ്ടി അദ്ദേഹം വരികയും നമ്മൾ അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കാൻ കിട്ടിയ ഒരു അപൂർവ നിമിഷമാണ് ഇത് നമ്മൾ ബത്തേരിക്കാർക്കൊരു വലിയ അവസരമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുകുന്ദേട്ടൻ അത്രയും വർഷം ആദ്യമായിട്ടായിരിക്കും തോന്നുന്നു ബത്തേരിയിൽ വരുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷെ ബത്തേരി ഇതിനു മുമ്പും സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജോണിയേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഫിലിം സൊസൈറ്റികളൊക്കെ രൂപപ്പെട്ടൊരു നാടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നു. പിൽക്കാലത്ത് ഒന്നുമില്ലാതെ ഒരു കച്ചവട അങ്ങാടി മാത്രമായി ഇത് ഒതുങ്ങുകയാണ് ചെയ്തത്. എന്നാൽ മാനന്തവാടി പോലെയുള്ള സ്ഥലത്ത് വലിയ നല്ല രീതിയിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നു. കൽപ്പറ്റയിൽ എപ്പോഴും പുസ്തക ചർച്ചകളും അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട്. ബത്തേരിയുമുണ്ട്. സൗഹൃദ എന്ന് പറയുന്ന ഒരു സംഘടന, അവരെ കൊണ്ടാകുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും എല്ലാവരും ഒത്തുകൂടി അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രാദേശിക തലത്തിലെ ഒരു സാംസ്കാരിക കൂട്ടായ്മ ഇന്ന് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. കാരണം നമ്മളൊക്കെ ഈ പറയുന്നത് എം എൻ കാരശ്ശേരി മാഷ ഒരു വാചകം എടുത്ത് പറഞ്ഞാൽ, ഈ മതം രാഷ്ട്രീയമായ ഒരു ദുരന്ത കാലത്ത് സാംസ്കാരിക കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സാംസ്കാരിക കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യം മാത്രമല്ല, അതൊരു മുന്നേറ്റമാണ്. കേരളത്തിൽ ഇന്ന് എഴുത്തുകാരും പുസ്തകങ്ങളും ഒരുപാട് കൂടിയിട്ടുണ്ട്. അതിൽ നല്ലതുമുണ്ടാവും, ചീത്തയുണ്ടാവും. പിന്നെ ഉഷാദിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് വർഷക്കാലം പ്രസാദം ചെയ്ത OK ജോണി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഒരു അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് എഴുത്തുകാർ വരികയും പുസ്തകങ്ങൾ വരികയും അത്തരം കൂട്ടായ്മകളൊക്കെ ഉണ്ട്. ആ കൂട്ടായ്മയിൽ നിന്ന് ഒരുപാട് നല്ല എഴുത്തുകാർ നാളെ രൂപപ്പെട്ടേക്കാം. കാലമാണ് എല്ലാവരെയും അവസാനമായി അടയാളപ്പെടുത്തുക. നിസ്സാര ജീവികളായ മനുഷ്യരായ നമ്മളുടെ പുകഴ്ത്തലുകൾക്കോ നമ്മളെ അടയാളപ്പെടുത്തലുകളോ നമ്മളോട് സ്നേഹമുള്ളവരെ ചേർത്ത് പിടിച്ച് പോയിക്കൊണ്ടൊന്നും കാലം അവരെ ഏറ്റെടുത്തോളുന്നില്ല. ആത്യന്തികമായി അവസാനത്തെ വേദനയും അവസാനത്തെ സന്തോഷവും അവസാനത്തെ അംഗീകാരവും ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൂമിയിലെ ഏറ്റവും നിസ്സാര ജീവികളായ ഇരുകാലികളായ നമുക്ക് കാലം നമ്മൾ തരും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചും പൊൻകുന്നം വർക്കിയെക്കുറിച്ചും അല്ലെങ്കിൽ കാരൂരിൻ്റെ കഥകളെക്കുറിച്ചും ഒക്കെ എപ്പോഴും പറയും.
ചരിത്രബോധം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ബോധം നഷ്ടപ്പെടുകയും ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലത്ത് ചരിത്രം പറയുമ്പോൾ രാഷ്ട്രീയം പറയണമെന്നും രാഷ്ട്രീയം പറയുമ്പോൾ ചരിത്രം പറയണമെന്നുള്ള കൃത്യമായൊരു ബോധം സാഹിത്യത്തിൽ നിന്നും വായനയിൽ നിന്നും സൃഷ്ടിക്കപ്പെടും. നിർഭാഗ്യവശാൽ നമ്മൾ ചരിത്രം പറഞ്ഞപ്പോഴും മതം പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞപ്പോഴും മതം പറഞ്ഞു. എല്ലാവരെയും ചെറുതാക്കുന്ന ഒരു കാലം കൂടിയത്. ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു കാലമാണിത്. കാരണം അവനവൻ്റെ, ഞങ്ങളുടെ സൗഹൃദ സദസ്സിൽ പറയും, അവനവൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതാ ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന്. ഓരോ എഴുത്തുകാരനും, മുന്തേട്ടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് ഓരോ എഴുത്തുകാരനും പ്രത്യക്ഷത്തിൽ വന്ന് പറയാൻ ഇതാ എൻ്റെ പുസ്തകം ഇറങ്ങിയിരിക്കുന്നു. അത് കാലം കൂടി ആവശ്യപ്പെട്ടതാണ്. ഞാൻ അടക്കമുള്ള എഴുത്തുകാർ ഇന്നൊരു പുസ്തകം ഇറങ്ങുമ്പോൾ ഇതാ എൻ്റെ പുതിയ പുസ്തകം വന്നിരിക്കുന്നു എന്ന്. ഇന്നിവിടെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് എം മുകുന്ദൻ വരിക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ, ലിവയുടെ ജീവിതത്തിലെ, നമ്മുടെ നാട്ടുകാരുടെ, അതുപോലെ ഈ കോളേജിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന വിദ്യാർത്ഥികളെ കൊണ്ട് എല്ലാ സഹായത്തിനും കൂടുന്ന സെബാസ്റ്റ്യൻ സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രിൻസിപ്പലിനെ. കാരണം അദ്ദേഹം മുകുന്ദൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ പോയി പുള്ളിയെ കണ്ടിട്ടുണ്ട്, വിളിച്ചിരുന്നു, വരാൻ പറ്റിയില്ല, അപ്പോൾ ഇത് നമുക്ക് ആഘോഷിക്കണം എന്നിട്ട് സെബാസ്റ്റ്യൻ സാർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരിക. അതിന് പ്രത്യേക നന്ദിയുണ്ട്. ഈ മുഖ്യ പ്രഭാഷണവും ലിവയുടെ ലോഗോ പ്രകാശനം ചെയ്യുന്നതും OK ജോണിയാണ്. നിങ്ങൾക്കറിയാം, ഡോക്യുമെൻ്ററി ഡയറക്ടറാണ്, നിരൂപകനാണ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആളാണ്, ദേശീയ പുരസ്കാരം കിട്ടിയ ഡോക്യുമെൻ്ററി ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇന്ന് ലോഗോ ഇവിടെ പ്രകാശനം ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെയും മുകുന്ദേട്ടൻ്റെയും മുകുന്ദൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എംബസി കാലം മാതൃഭൂമി വരാന്ത പതിപ്പിൽ അച്ചടിച്ചപ്പോൾ ചായപ്പീടികയിലുള്ള സാധാരണ ആളുകൾ പോലും അത് വായിക്കുകയൊക്കെ ചെയ്ത് അതിമനോഹരമായ ആ പുസ്തകം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചത് ഇവിടെയുണ്ട്. ഭാഷോ ബുക്സിൻ്റെ വാക്കും ശബ്ദവും പുസ്തകം, ഈ 2 പുസ്തകവും ഇവിടെ സൈനിങ് സെഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെയുണ്ട്. മുകുന്ദേട്ടൻ ആകെ ആവശ്യപ്പെട്ടത് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഒരൊറ്റ സ്ഥലത്ത് മതി, ഞാൻ നടന്നിട്ട് നീങ്ങില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സുഖമില്ലായിട്ടും നമ്മൾ സാധാരണ മനുഷ്യരാണ് നമ്മൾ, ആ വയനാട്ടുകാർ, ബത്തേരിക്കാർ, അതുകൊണ്ട് പോയേക്കാം എന്ന് കരുതി മാത്രം വന്നതാണ്. ഇല്ലെങ്കിൽ ഇന്നലെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഇവിടെ വന്ന് ചുമച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ മരുന്ന് കുപ്പിയുണ്ട്. അപ്പോൾ മരുന്ന് കുപ്പിയുമായിട്ട് പിടിച്ചിരിക്കുകയാണ് ഇത്രയും വലിയൊരു എഴുത്തുകാരൻ, ലോകമറിയുന്ന ഒരു എഴുത്തുകാരൻ. ആ എഴുത്തുകാരൻ്റെ സാന്നിധ്യവും സാമീപ്യവും നാളെ നിങ്ങളുടെ വായനാ ഇടങ്ങളിലും നിങ്ങളുടെ എഴുത്തിൻ്റെ ദിശകളിലുമൊക്കെ വലിയ പ്രഭ ചൊരിയുന്ന ഒരു വിശിഷ്ട ദിവസം കൂടിയാണിത്. കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് നമ്മുടെ ഉള്ളിൽ വെളിച്ചം വീഴുക. അല്ലാതെ ആരാധനാലയങ്ങൾ പുതുക്കി പണിതിട്ട് ആഘോഷിച്ച് ഫോട്ടോ എടുക്കുന്നതിലല്ല വെളിച്ചം വീഴുക. വാസ്തവത്തിൽ ഇങ്ങനത്തെ നിമിഷങ്ങളിലാണ് മനുഷ്യൻ്റെ ഹൃദയത്തിലെ വെളിച്ചം വീഴുക. ആ വെളിച്ചമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ഇന്ന് ആ ഭാഗത്ത് അവരുടെ സൈനിങ് സെഷൻ ഉണ്ട്. അവിടെ ഈ 2 ബുക്കും അവിടുന്ന് മാത്രം ഒപ്പിടുക. നിങ്ങൾ ഫോട്ടോ എടുക്കാനുള്ളവരൊക്കെ മറന്ന് ഫോട്ടോ എടുക്കുക. അത് അവിടുന്ന് മാത്രം ചെയ്യുക. ഓരോ സെഷനെയും നമ്മൾക്കത് ഗംഭീരമാക്കേണ്ടതുണ്ട്. ഞാൻ ഈ പരിപാടിയുടെ മുഖ്യ ഉദ്ഘാടനത്തിനായിട്ട് അങ്ങേയറ്റം ആദരവോടുകൂടി പ്രിയപ്പെട്ട എം മുകുന്ദനെ ക്ഷണിക്കുന്നു. നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ലിറ്ററേച്ചർ വയനാട് ലിവയുടെ ഉദ്ഘാടനം മുകുന്ദേട്ടൻ നിർവഹിക്കുന്നു.